പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 19 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിൽ കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു. ഈശോയെ, കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോട് തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം കറുത്തിരിക്കണുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണേ. ഈശോയെ, അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടോ? പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്, ഹൗ ടു ഡു ഉടമ്പടി എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്, അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപ്പം ശിവയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റേഴ്സ് പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം എന്ന് വെച്ചാൽ,
ചില ആൾക്കാർ സാക്ഷ്യം, പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ, ധ്യാനം ഉൾപ്പെടെ, അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, എന്തെല്ലാം. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല, 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയിപ്പോവും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.